നമ്മൾ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ആ കമന്റിൽ നിന്നായിരിക്കും നമ്മളൊരു വ്യൂവറിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം അറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഫുൾ കാതൽ പീസുകളാണ്. വെള്ളം ഒഴിവാക്കിയിട്ടാണ്. പോളിഷിംഗ് ഇല്ല, പോളിഷ് ചെയ്യാറില്ല. ഇതിനകത്ത് കസ്റ്റമറിന് വന്നാൽ കാണാം. ജനറൽ ഫ്രെയിം ഉണ്ടല്ലോ, 750 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 2 പാളി വരുമ്പോൾ 3,750. നമ്മളിപ്പോ 3 പാളി 4,200 വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4,750 ആയിട്ട് കൊടുക്കും. ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഡോർ വലിയ വലിയ ഇതേപോലെ സൈസുകളായിട്ടുള്ള മരത്തിൽ നിന്നാണ് നമ്മൾ കൂടുതലും അറുത്തെടുക്കുന്നത്. മാക്സിമം എല്ലാ കസ്റ്റമറും നമ്മൾ EMI ചെയ്ത് കൊടുക്കും. ഡൈനിങ് ടേബിളിന്റെ കൂടെ വരുന്ന ചെയറാണ് ഇത്. ചെയറിനാണ് നമ്മൾ 1,600 രൂപ. ലൈഫ് ടൈം വാറന്റിയാണ്. ഇത് വുഡ് ആണെങ്കിലും ഫോറസ്റ്റ് മരമാണ്, ഗവൺമെന്റ് മരമാണ്. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമറിന് 21,500 നമ്മൾ ഈ ഒരു സെറ്റ് കൊടുക്കാൻ പറ്റും. 13,500 നമുക്ക് കസ്റ്റമറിന് ബില്ല് ചെയ്ത് ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ക്വാളിറ്റി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കസ്റ്റമറിനെ. 1,900 ബെഡ്റൂം സെറ്റ്. 1,900 നമുക്ക് മന്ത്ലി അടവും 1,900 രൂപ മാത്രമേ വരുള്ളൂ. ഇനി ഈ മോഡൽസ് അല്ല, കസ്റ്റമറിന് ഒരു സ്വന്തം മോഡൽ ഉണ്ട്. നമുക്ക് നെറ്റിൽ നിന്ന് ഒരു മോഡൽ എടുത്താൽ ആ മോഡലിൽ നമുക്ക് ചെയ്യാം. വളരെ ഒരു എലഗന്റ് ആയിട്ട് നമുക്കൊരു കിച്ചണിൽ നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡൈനിങ് സ്പേസ് കുറഞ്ഞ ഏരിയയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ സ്ഥാപനത്തിന്റെ പേര് അൻസാരി സാമിൽ എന്നാണ്. നമ്മളെ ഫർണിച്ചറിന്റെ ഉണ്ട് അൻസാരി ഫർണിച്ചർ എന്നാണ്. നമ്മളത് കൊല്ലത്താണ് നമ്മളെ യൂണിറ്റുകളെല്ലാം വരുന്നത്. നമുക്ക് നിലവിൽ 3 സാമിലാണ് ഉള്ളത്. ഒന്ന് കൊല്ലം കൊട്ടിയത്തും, പിന്നെ ഉള്ളത് കാവനാട്ടാണ്, രാമംകുളങ്ങര, പിന്നെ ചവറയിലാണ് വരുന്നത്. പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും നമ്മളെ യൂണിറ്റിൽ തന്നെ നടക്കുന്നത്. നമ്മൾ തടി എടുക്കുന്നിടം തൊട്ട് അതിന്റെ മാനുഫാക്ചറിങ് ആണെങ്കിലും അതിന്റെ ബാക്കി അപ്പോൾസറി വർക്കുകൾ, കുഷന്റെ വർക്കുകളാണെങ്കിലും എല്ലാം പോളിഷ് ആണെങ്കിലും എല്ലാം നമ്മളൊരു യൂണിറ്റിലാണ് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് ഒരു ക്വാളിറ്റിയും കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു റേറ്റിനകത്ത് നമുക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. എടുത്തു വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ ഇത് പണിയുന്ന വേറൊരു ടീമായിരിക്കും. പക്ഷെ അവർക്ക് സ്വന്തമായി സാമിൽ ഉണ്ടാവണമെന്നില്ല. അവര് പുറത്തൊരു സാമിലിൽ കൊടുത്ത് അത് അർപ്പിച്ച് അപ്പൊ അവിടെ ഒരു പ്രോഫിറ്റ് മാറിക്കഴിഞ്ഞു. ഒരിടനില ഒരു സാമ്പിളുകാരനായി. പിന്നെ അത് പണിയുന്നെടുത്തുനിന്ന് വേറൊരാള് അത് കൊടുക്കുമ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതൊന്നും അതില്ല. ഇതെല്ലാം ഒരു ഒറ്റ യൂണിറ്റിന്റെ അടിയിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ പ്രോഫിറ്റുകളും പിന്നെ നമ്മൾ തന്നെ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്ക് തടി നോക്കി സെലക്ട് ചെയ്ത് അവരുടെ ഫർണിച്ചറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. അത്രയും സമയമുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇതിൽ നിന്ന് ഒരു മരം എടുത്ത് അവർക്ക് യഥാർത്ഥ തന്നെ പണിയണം. ഇപ്പൊ ഒരു കട്ടില് പണിയണം. അപ്പൊ കസ്റ്റമറിന് ഇതിപ്പോ അക്കേഷ്യ കിടക്കുന്നത്, ഈ കിടക്കുന്ന എല്ലാം അക്കേഷ്യ മരം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ കട്ടില് പണിയണമെങ്കിൽ അത്രയും സമയം വേണം. ഇത് അറുത്ത് പണിത് ഓണൊക്കെ സീസൺ ചെയ്യാൻ ഉണങ്ങാൻ വെച്ച് അത്രയും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാം. അപ്പൊ സമയമുള്ള ഒരു കസ്റ്റമർ ആണ് വന്ന് തടി സെലക്ട് ചെയ്തിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. തടിയായിട്ട് തന്നെ നമുക്ക് എടുത്ത് അതിന്റെ സൈസുകൾ അറുത്ത് നമുക്കത് ചെയ്തു കൊടുക്കാം. അത് പല രീതിയിലാണ് നമുക്ക് ചെയ്തുകൊണ്ട്. ചില മോഡലുകൾ വരുമ്പോൾ നമുക്കത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പല രീതിയിൽ നമ്മളത് ചെയ്യുന്നത്. ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു സീസൺ ടൈമിനനുസരിച്ച്. ഓക്കെ, ഫർണിച്ചർ ഷോപ്പുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഇതാണ്. അതെ, നമ്മളെ ഈ യൂണിറ്റുകളാണ് നമ്മളെ വ്യത്യാസങ്ങൾ. ഇടനിലക്കാരില്ലാതെ നമ്മൾ തന്നെ നേരിട്ട് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിലെ കയ്യിലെത്തിക്കുന്നു. അതാണല്ലേ. പിന്നെ നമുക്കെന്ന് പറഞ്ഞാല് ബഡ്ജറ്റ് ഇപ്പൊ റെഡി ക്യാഷ് ആയിട്ട് എടുക്കാനില്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫർണിച്ചർ EMI-യിലൂടെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. EMI സൗകര്യമുണ്ട്. EMI സൗകര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ബജാജിന്റെ EMI സൗകര്യമുണ്ട് കടയിൽ. ഇപ്പം ഈ കിടക്കുന്നതെല്ലാം നമുക്ക് ഫർണിച്ചറിന്റെ സൈസിനായിട്ടുള്ള തേക്കുകളായി കിടക്കുന്നതെല്ലാം തേക്കുകളാണ് അല്ലേ? തേക്കുകളാണ്. ഇതെല്ലാം പ്ലാന്റേഷൻ മരങ്ങളാണ് കൂടുതലും വരുന്നത്. ഡിപ്പോ ഉണ്ടെങ്കിലും പ്ലാന്റേഷൻ ആണ് കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് നല്ല ഗ്രെയിൻസും കാര്യങ്ങളും എല്ലാം കിട്ടും. ഇതെല്ലാം തേക്കുണ്ട്. പിന്നെ അക്കേഷ്യ ഉണ്ട്. എല്ലാ തരത്തിലുള്ള തേക്ക് അക്കേഷ്യ അവിടെ ഈട്ടി നമുക്ക് അവിടെ വേറെ കിടപ്പുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഒരു യാർഡിൽ ഇത്രയും സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് മരങ്ങളുണ്ട്, വയലറ്റുകളുണ്ട്, അമേരിക്കൻ മരങ്ങളുണ്ട്. അമേരിക്കൻ മരങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഉരുപ്പടിയായിട്ട് വീട്ടിന്റെ ആവശ്യങ്ങൾക്കുള്ള സൈസുകൾ നമ്മൾ ഇവിടെ തന്നെ ഇറക്കുന്നുണ്ട്. കട്ടള, ജനല്, ഫ്രെയിം, ഡോറ് എല്ലാത്തിന്റെയും വർക്കുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം യൂണിറ്റ് അതിന്റെ ഒരു മെയിൻ യൂണിറ്റ് ആണ്. ഹോൾസെയിലും പോകുന്നത്, ഹോൾസെയിലും റീറ്റെയിലും ആണ് ഇവിടെ മെയിൻ ആയിട്ട് പോകുന്നത്. കൂടുതൽ ഹോൾസെയിലാണ്. റീറ്റെയിൽ കസ്റ്റമർ ഓർഡർ ആയിട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ ചെറിയ സൈസിലുള്ള കമ്പുകളിൽ നിന്നാണ് നമുക്ക് ഫർണിച്ചർ സാധാരണ വരുന്നത്. ഇത് അതേണക്കല്ല, ഇവിടെ അങ്ങനെയുള്ള പീസുകളില്ല. നമ്മളെല്ലാം വലിയ വലിയ മരങ്ങളിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ബാലൻസ് ആണ് നമ്മൾ ഫർണിച്ചറിന് യൂസ് ചെയ്യുന്നത്. നമുക്കത് കട്ടിങ് ചെയ്യുന്നതും അതിന്റെ ബാക്കി കാര്യങ്ങളും നമുക്കത് കാണാം. വലിയ വലിയ ഇതേപോലെ സൈസുകളായിട്ടുള്ള മരത്തിൽ നിന്നാണ് നമ്മൾ കൂടുതലും അറുത്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് പോവാതെയും
ചെറിയ വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി ഇത്രയും നമുക്ക് കാതിൽ തന്നെ എല്ലാത്തിനകത്ത്. ഇപ്പോൾ പ്ലാവാണെങ്കിലും ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ആയിട്ട് മാറ്റിയിടുക ചെയ്യുന്നത്. ഇത്രയും വേസ്റ്റ് ആയിട്ട് മാറ്റിയിടുക, അതൊക്കെ വെള്ളം കൂടുതലുള്ള ഭാഗങ്ങളാണ്. ഇതാണ് നമ്മൾ ഡോറിന്റെ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് പ്ലാവിന്റെ പീസുകളാണ്, കാതലാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് കാതലാണ് കാണിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മളെ ഡോറിന്റെ താഴത്തെ പീസിനകത്ത് താഴത്തടച്ച് ഇടാനായിട്ടുള്ള പീസുകളാണ്, ചെറിയ നീളത്തിനുള്ളത്. പിന്നെ ഇതിന്റെ തന്നെ വലിയ മേളുള്ള ഭാഗം വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫർണിച്ചറിന്റെ ഇടയ്ക്ക് സപ്പോർട്ടിന് പോലും വെള്ളത്തടികൾ ഉപയോഗിക്കാറില്ല. ഇല്ല, വെള്ളം നമുക്ക് വേസ്റ്റ് വേറെ കയറി പോകുന്നുണ്ട് നമുക്ക്. ഇതിപ്പം വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അറുത്ത് വെച്ചിരിക്കുന്ന ഓരോ മരത്തിന്റെ വേസ്റ്റ് പീസുകളും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കിംഗ് കേസിന്റെ ആവശ്യത്തിന് ഓൾറെഡി നമുക്ക് പോകുന്നുണ്ട്. ഇനി അത് വേറെ സെപ്പറേറ്റ് ഇതിനകത്തോട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ പോകുന്നുണ്ടല്ലോ. അല്ല പോകുന്നുണ്ട്. പിന്നെ വിറകാണെങ്കിലും ചെറിയ വെള്ളയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുക, വിറകിന്റെ വേസ്റ്റിന് കളയുക. അത് നമുക്ക് ബൾക്കായിട്ട് പോകുന്നത് കൊണ്ട് ഇപ്പൊ ഒരു പീസ് മരം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ പല സെക്ഷനിലായിട്ടാണ് തിരിയുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമുള്ള നല്ല കാതൽ പോഷൻ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം വേസ്റ്റ്, ഇപ്പൊ വിറകാണെങ്കിൽ വിറകിന് വേറെ ടീമിനെ വിടുക. ബാക്കി പാക്കിംഗ് കേസ്, ചെറിയ വേസ്റ്റ് പലകൾ പാക്കിംഗ് കേസിന് ബോംബെ ഡൽഹിയിലോട്ടൊക്കെ പോവുക. പിന്നെ കട്ടള ജനലിനുള്ള കുറച്ച് സൈസ് കൂടിയ മരങ്ങൾ അതിനെടുക്കുക. പിന്നെ അതിന്റെ തൊട്ട് താഴത്തത് ഫർണിച്ചറിന് യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഫർണിച്ചറുകൾ നമ്മൾ ഷോറൂമിൽ പോകുന്നത്. ക്യാമറയിൽ എത്ര മാത്രം ഇത് ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല. നമുക്ക് ഇതെല്ലാം അറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഫുൾ കാതൽ പീസുകളാണ്, വെള്ളം ഒഴിവാക്കിയിട്ടാണ്. ഇവിടെ ആണെങ്കിലും അകത്താണെങ്കിലും നമ്മൾ അറുത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ എടുത്താണ് നമ്മൾ ഓർഡർ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് മാറുന്നത്. ഇവിടുന്ന് ഓർഡർ വരുന്നതനുസരിച്ച് കട്ടിംഗ് ലിസ്റ്റ് എടുത്തിട്ട് പീസുകൾ പണിക്കാരെടുത്ത് അതനുസരിച്ച് പീസുകളായി നമുക്ക് ഇന്ന് തന്നെ ലോഡ് കയറി പോകുന്നത്. അതെ. പ്ലാവിന്റെ ഡോറാണ്. നമുക്ക് ഇത് കസ്റ്റമർ തന്ന ഡിസൈൻ, ഇന്ന് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഡിസൈനാണ് കസ്റ്റമർ. അതാണ് തന്നെ ഇതെല്ലാം ഇന്ന് പോകാനുള്ള ഇത് കമ്പി, സാധാ നമ്മളെ പഴയ മോഡൽ കമ്പി ഇടാനുള്ളതാ. ഈ റൗണ്ട് ഹോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ക്വയർ ട്യൂബ് ഉണ്ടല്ലോ ഡിസൈനിൽ. നമ്മളിപ്പം കൂടുതൽ സ്ക്വയർ ട്യൂബ് ആണല്ലോ വീട്ടുകാരെല്ലാം. സാധാ ഹോൾ ഇടുന്ന കമ്പിക്കും മറ്റേ സ്ക്വയർ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എല്ലാവരും ഇപ്പം സ്ക്വയർ ട്യൂബും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. അതായത് സ്ക്വയർ ട്യൂബും യൂസ് ചെയ്യും, പിന്നെ സ്ക്വയർ റാഡും യൂസ് ചെയ്യും. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചിട്ട്. ഇതൊരു തേക്കിന്റെ ഡോറാ. അപ്പൊ ഇതിന്ന് പോവാളാ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ തേക്കിന്റെ ഈ കട്ട്ല ജനൽ ഡോറെല്ലാം ഈ ഇത്രയാണ് ഫിനിഷിങ്. നമ്മള് ഫസ്റ്റ് പേപ്പർ പിടിച്ച് എല്ലാം കൊടുക്കും, പോളിഷിംഗ് ഇല്ല, പോളിഷ് ചെയ്യാറില്ല. ഇതിനകത്ത് കസ്റ്റമറിന് വന്നാൽ കാണാം ഇത് ഫുൾ കാതലാണ്. ഫസ്റ്റ് ക്ലാസ് സാധനമോ കസ്റ്റമർ ഓർഡർ തന്നിരിക്കും. അത് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കസ്റ്റമറിന് ഇങ്ങനെ വന്ന് ഒരു ഫസ്റ്റ് ക്ലാസ് സാധനം എടുക്കുന്ന കസ്റ്റമറിന് ഒരു നൂലിന്റെ ഇതിൽ പോലും വെള്ളം കാണത്തില്ല. അതെ, മരത്തിന്റെ ഗ്രെയിൻസ് എല്ലാം ഇതിന് 2 ദിവസം കൂടി ഇരുന്ന് ഒന്നും കൂടെ ഉണങ്ങി കഴിഞ്ഞ ഇത് പണിത് വെച്ചോണ്ടാ. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രെയിൻസ് എല്ലാം കറക്റ്റ് നമുക്ക് തെളിഞ്ഞു വരും. നമുക്ക് ഓരോ ഐറ്റം ഇത് പണിയുന്നതും എല്ലാം നമുക്ക് കാണാം. വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം നമുക്ക് കസ്റ്റമർ കൊണ്ടുവരുന്ന ഡിസൈൻ അനുസരിച്ച് ഡോറും എന്തും കസ്റ്റമറിന് കൊണ്ടുവന്ന ഡിസൈൻ ഉണ്ട്. ഇനിയിപ്പോ ഇന്ന് ഒരു സാധനം ഇച്ചിരി അർജന്റ് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഡെയിലി ഇത്ര പണിക്കാരിന്ന് പണിതിട്ടാണെങ്കിലും ഡെയിലി ലോഡ് കയറി പോവാ. ഇതൊക്കെ ഇന്ന് പോവാള് നമ്മൾ ഒരുമിച്ച് പണിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് സാൻഡർ അടിച്ച് വെച്ചതിന് ശേഷം ഒരുമിച്ച് കമ്പിയിട്ട് വണ്ടി കയറി പോവാണ് നമുക്ക് ഡെയിലി പോകുന്നത്. ഓക്കെ, ഫർണിച്ചർ ആയിരുന്നാലും നമുക്ക് അവരുടെ ഡിസൈൻ അനുസരിച്ചാണ് ചെയ്യുന്നത് അല്ലേ? എല്ലാം നമുക്ക് കസ്റ്റമർ നമ്മളൊരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട് ഇതിനെല്ലാത്തിനും. ഇനി അതല്ല കസ്റ്റമറിന്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്തു കൊടുക്കാം. നമുക്ക് മേക്കിങ്ങിലോട്ട് വേണം. പക്ഷെ നമ്മളെ ഓർഡർ അനുസരിച്ച് നമ്മളെ സൈസിന് ഇതൊരു ഓർഡറിന്റെ സൈസാണ്. ഈ സൈസിനനുസരിച്ച് നമ്മൾ ഇതിനെല്ലാം മാർക്ക് ചെയ്യണം. നമ്മളൊരു സൈസുകൾ തരുന്നതിനകത്ത് മാറിപ്പോകാൻ പാടില്ലല്ലോ. ഇപ്പൊ സാധനങ്ങളുടെ എല്ലാം ഇതിനെല്ലാം ആദ്യം 4 സൈഡും പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് ഇതിനെല്ലാം മാർക്ക് ചെയ്ത് അടുത്ത സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിന് ഇപ്പം ഹോൾ ഇടാനുള്ളതാണെങ്കിൽ അതിന്റെ ഹോളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യും. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പം ഇത്ര ഐറ്റംസിനുള്ള. ഇനി ഇതിനെ ജോയിന്റ് ചെയ്യും. ഇത്ര ഹോൾ ഒരുമിച്ച് ഇട്ടതിന് ശേഷം ഇതെല്ലാം നമ്മൾ നല്ല ജോയിന്റ് ചെയ്തിട്ടാണ് ഇനി അടുത്ത സാൻഡർ ചെയ്യുന്ന സെക്ഷനിലോട്ട്. ഇത് ചീലാന്തിയാണ് തടി. ചീലാന്തിയുടെ ഡോറ് കസ്റ്റമർ ഓർഡർ തന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം ചീലാന്തിയാണ് അല്ലേ? ഇതെല്ലാം ചീലാന്തി. ഇത് ചീലാന്തിയുടെ ഓർഡർ ആണ്. ഇത് ഫുള്ള് ചെയ്ത് ചീലാന്തി പൂവരശ് എന്നൊക്കെ പറയും. പൂവരശ് കസ്റ്റമറിന്റെ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത്. ഹോളുകളെല്ലാം നല്ല രീതിയിൽ ഫെവിക്കോൾ SH യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ജോയിനറികളെല്ലാം ടൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പിടുത്തം അതിന്റെ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ആ ഫിറ്റിംഗ്സിനകത്താണ് നമ്മൾ ആ
ഇപ്പം ആണി വെച്ചാൽ മരയാണി ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നതെങ്കിലും ആ ഒരു പിടുത്തം വരണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നല്ലതായിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്യും. ഇനി ഇവിടുന്ന് നമ്മളെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഡോറിന്റെ അതൊക്കെ നമ്മൾ ഒരു വേറെ ഒന്നും ചെയ്തിട്ടില്ല, കളറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ അതെ, ഇതെല്ലാം ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് തീർന്ന് കയറി പോകാനുള്ള ഐറ്റംസാണ്. പിന്നെ അതെല്ലാം വെള്ളം ഉണ്ടോന്ന കസ്റ്റമറിന്റെ അതിപ്പോ വീഡിയോ കാണുമ്പോൾ എത്ര മനസ്സിലാവും നമുക്കറിയത്തില്ല. ഇതെല്ലാം ഇന്ന് അതെ കാണുമ്പോൾ അറിയാം നമുക്ക്. ഒന്നും ചെയ്യാതെ വെച്ചേക്കും, കളറൊന്നും കയറ്റാതെ വെച്ചേക്കുന്നല്ലേ? ഒന്നും ചെയ്യാതെ ഫിനിഷിങ് പോലും ആയിട്ടില്ല. പലകയുണ്ട്. നമ്മള് ലാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന സെക്ഷൻ ആയത്. ഇത് ലാസ്റ്റ് സാൻഡർ ചെയ്ത് നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ചെറിയ ചെറിയ എന്താണ് നാരുകൾ പോലെ ഇതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആയി നമ്മൾ ആ പെന്നിന്റെ മാർക്കിംഗ് എല്ലാം ക്ലിയർ ചെയ്ത് കസ്റ്റമറിന് നല്ലൊരു അതെ അവർക്ക് പിന്നെ പണി കുറവായിരിക്കും. ഇത് ഫിനിഷ് ഒരുവിധം ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിനെ എത്തിക്കുന്നത്. പോളിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു പണിയല്ലേ വരും, കുറച്ച് പണിയേ വരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാം ഐറ്റംസ് എല്ലാവരാണെങ്കിലും മെഷീനറീസിലാണ് കൂടുതൽ. അപ്പൊ നമുക്ക് സമയം കൂടുതൽ ലാഭിക്കാം, അതേപോലെ തന്നെ നമുക്ക് കോസ്റ്റും വളരെയായിട്ട് കുറയ്ക്കാൻ പറ്റും. എല്ലാം ഓർഡർ ആണെങ്കിലും നമുക്ക് സ്പീഡിന് എല്ലാം ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്കിപ്പോ ബൾക്ക് ഓർഡർ വരികയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഹോൾസെയിൽ ആണ്. ഒരു വീട്ടിന്റെ സാധനത്തിനകത്താണെങ്കിൽ ഒരു കടകളിലേക്കാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് എന്ത് ഓർഡർ ആണെങ്കിലും എത്ര ബൾക്ക് ഓർഡർ ആണെങ്കിലും നമുക്ക് അതിന്റെ സ്പീഡിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ കട്ടള പാളികൾ അതിന്റെയൊക്കെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? നമുക്കിപ്പോ ഒരു 2 പാളി 4,200 വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3,750 സ്റ്റാർട്ട് ചെയ്യും. 3,750 അതെ തടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തടി ആഞ്ഞിലിയാ വരുന്നില്ല. ആഞ്ഞിലി വരുന്നത് 2 പാളി വരുമ്പോൾ 3,750. നമ്മളിപ്പോ 3 പാളി 4,200 വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4,750 ആയിട്ട് കൊടുക്കാം. 4,750. ഇപ്പൊ ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഡോറ് മഹാണിയുടെ മിക്സിംഗ് ഒക്കെ വരുന്നത് നമുക്ക് 3,000 രൂപ നമ്മൾ കസ്റ്റമറിന് കൊടുക്കാം. 3,000 രൂപ നമുക്ക് 3,000 രൂപ സ്റ്റാർട്ട് ചെയ്യും. ഇനി അതല്ല നമുക്ക് ഫ്രെയിം ആണ് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ജനറൽ ഫ്രെയിം ഉണ്ടല്ലോ 750 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ജനറൽ ഫ്രെയിമിൽ 750 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതെ, പിന്നെ ഓരോ മോഡലിനനുസരിച്ച് അതിന്റെ സൈസുകൾ മാറുന്നതനുസരിച്ചാണ് നമുക്ക് റേറ്റുകൾ വ്യത്യാസം. വർക്കിംഗ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് മാറും. അതെ അതെ, കട്ടളയൊക്കെ 2,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കട്ടളയൊക്കെ 2,000 രൂപ 2,000 രൂപ സ്റ്റാർട്ട് ചെയ്യും. കോൺട്രാക്ടർമാരാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ബിൽഡേഴ്സ് ആണെങ്കിലും നമ്മൾ വന്ന് പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓർഡറോ സൈസോ എന്താണെന്ന് വെച്ചാൽ തന്നാൽ നമുക്ക് അവരെ കണ്ട് വന്ന് ഇഷ്ടപ്പെട്ട് നമുക്ക് നീറ്റാണ് തോന്നി നമ്മൾ വർക്ക്ഷോപ്പ് പോകുന്നുണ്ട് നമ്മൾ പണിയെല്ലാം നീറ്റായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാം. എല്ലാം ആകുമ്പോഴത്തേക്ക് അതിന്റെ ചെറിയ ഡെലിവറി ഡീസൽ ചാർജ് വരും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് നീറ്റായിട്ട് എല്ലാം ചെയ്യുന്ന വർക്കുകളെല്ലാം നമ്മൾ നീറ്റായിട്ട്. അതാണ് നമ്മൾ ഒരു സാധനം പോലും ചെയ്ത് പെൻഡിങ് വെക്കാറില്ല. നമുക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ലോഡാണ്. അപ്പം അതേ കണക്കാരെ നമുക്ക് നേരത്തെ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് തരും. ഇപ്പൊ ബിൽഡേഴ്സിന്റെ ഒക്കെ സൈഡിൽ നിന്ന് ഹ്യൂജ് ആയിട്ട് ഒരു ഓർഡർ കിട്ടുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും പ്രൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇപ്പൊ ഒരുവിധം പറഞ്ഞതെല്ലാം ഒരു ഹോൾസെയിൽ റേറ്റ് ആണ്. എന്നാലും ചോദിച്ചതാണ്. അത് നമുക്ക് വരുന്ന കസ്റ്റമർ നമുക്ക് ഡീലിംഗ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യാൻ ചെയ്ത് അതിന്റെ നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതിപ്പോ 4,750 നമുക്ക് 4,200 പറയുന്നതെന്ന് പറഞ്ഞാല് കമ്പിയും പട്ട് ഉൾപ്പെടെ ഇട്ടിട്ടുള്ള റേറ്റ് ആണ്. നമുക്ക് എന്താ പറയുക ഇതേപോലെ ഫിനിഷ് ആയത് ഇപ്പൊ അത് കാണിക്കുമ്പോൾ കസ്റ്റമർ വിചാരിക്കും ചിലപ്പോൾ കമ്പിയും പട്ടയും കസ്റ്റമർ എടുക്കണമെന്ന് വിചാരിക്കല്ല. അപ്പൊ ഇത് 11 കമ്പിയും ഒരെണ്ണത്തിന് മൊത്തം 6 പട്ടയായിട്ടായിരിക്കും നമുക്ക് ഈ റേറ്റ് വരുന്നത്. ഇപ്പൊ 4,750 4,200 സ്റ്റാർട്ടിങ് റേറ്റ് ആണ് വരുന്നത്. ഇതാണ് നമ്മളെ ഷോറൂം. ഇവിടെയാണ് നമ്മുടെ ഡിസ്പ്ലേ കൂടുതൽ കാര്യങ്ങളും വരുന്നത്. ഇത് വന്നിട്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? നമ്മൾ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പള്ളിമുക്കില് നെക്സ കാർ ഷോറൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും ബജാജ് ബൈക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. കൊല്ലം പള്ളിമുക്ക് അല്ലേ? കൊല്ലം പള്ളിമുക്ക്. ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇതും ഗൂഗിൾ മാപ്പിൽ അൻസാരി ഫർണിച്ചർ കൊല്ലം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഇവിടെ തന്നെ കാണിക്കും. ലൊക്കേഷൻ കിട്ടും. ഡെലിവറി നമുക്ക് എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട്. നമ്മളതിപ്പം 1-2 ഐറ്റംസ് ആണെങ്കിൽ നമ്മളത് ക്ലബ് ചെയ്താണ് വിടുന്നത്. അപ്പൊ നമുക്ക് ആ ഏരിയയിലോട്ട് നമുക്ക് ഏകദേശം ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് ഓർഡേഴ്സ് എന്തായാലും വരും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് വിടും. അങ്ങനെ ഒരു നമുക്ക് ചാർജസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അത് നമുക്കല്ലാതെ നമുക്ക് ഒരു വീടിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എത്ര ദൂരത്തോട്ടാണെങ്കിലും നമുക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എങ്ങനെയാണ് EMI സൗകര്യം ഉണ്ട്? EMI നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനും EMI സൗകര്യം ഉണ്ട്. അത് കസ്റ്റമറിന്റെ സിവിൽ സ്കോർ നോക്കിയിട്ട് നമുക്കത് വേണ്ട മാക്സിമം എല്ലാ കസ്റ്റമറും നമ്മൾ EMI ചെയ്ത് കൊടുക്കും. അത് അതെ. മിനിമം പർച്ചേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മിനിമം എത്ര രൂപയ്ക്ക് വാങ്ങണം? നമുക്ക് 12,000 അത് അവരുടെ ഒരു ഇതുണ്ട്, റേറ്റ് ഉണ്ട്. 12,000 രൂപയ്ക്ക് മേളിലോട്ടാണ് EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് അതനുസരിച്ച് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും 12,000 രൂപ മേളിലോട്ട് എടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നമുക്ക് EMI ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫർണിച്ചറുകളുടെ വിലയും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരാമല്ലോ? നമുക്ക് എല്ലാത്തിന്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയാം. ഈ ഒരു സെക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും വുഡൻ ഐറ്റംസ് ആണ് വരുന്നത്. തേക്ക് ഈട്ടി ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ഫുൾ ആയിട്ട് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നതിന് ഒരു ഈട്ടിയുടെ 3 ഡോർ ആണ് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി വുഡ് നമുക്ക് ഈട്ടി മരം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈട്ടിയാണല്ലേ? ഈട്ടിയാണ്, അതെ. നമുക്ക് ഈട്ടിയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡൈനിങ് ടേബിൾ ഉണ്ട്, കട്ടിലുകളുണ്ട്,
വാൾഡ്രോബ്സ് ഉണ്ട്, ഓക്കെ. പിന്നെ ചെയർ കാര്യങ്ങൾ എല്ലാ ഐറ്റംസും നമ്മൾ ഈട്ടി വുഡിനകത്ത് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഈട്ടിയിൽ ചെയ്യുന്നുണ്ട്. വീട്ടില് ഇതിന് വാറന്റി കൊടുക്കുന്നുണ്ടോ? വീട്ടിൽ ഇത് ലൈഫ് ടൈം വാറന്റി ആണ്. ഇത് വുഡ് ആണെങ്കിലും ഫോറസ്റ്റ് മരമാണ്, ഗവൺമെന്റ് മരമാണ്. ഈട്ടിയൊക്കെ നല്ല ലൈഫ് ടൈം, എത്ര ഒരു തലമുറ കിടന്നാൽ പോലും കംപ്ലൈൻസ് ഒന്നും ആവത്തില്ല. അതെ, ഈട്ടി അങ്ങനെയാണല്ലോ. ഈട്ടി അങ്ങനെയാണ്. ഇപ്പൊ ഇതിപ്പോ ഈട്ടിയുടെ അലമാരാണെങ്കിൽ അകത്ത് നമ്മൾ ഫുൾ യൂസ് ചെയ്യുന്നത് ഈട്ടി തന്നെ ആയിരിക്കും. ഇപ്പൊ തേക്കിന്റെ അലമാര വരുമ്പോഴേ നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് തേക്ക് തന്നെ ആയിരിക്കും. അല്ലാതെ വുഡ് മാറ്റിയിടുകയോ വേറെ ബാക്കിലാണെങ്കിലും ഒരു റോഡ് ഇതാണെങ്കിൽ പോലും നമ്മൾ തടി മാറ്റി യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നമുക്ക് ലൈഫ് വാറന്റി കൊടുക്കാൻ പറ്റുന്ന ആ വുഡിന്റെ ഒരു ക്വാളിറ്റിയും നമ്മൾ എടുക്കുന്ന ഒരു മരത്തിന്റെ ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ഈ വാറന്റി കൊടുക്കാൻ പറ്റുന്നത്. കോർണർ സെറ്റ്, വുഡിന്റെ കോർണർ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21,500 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 21,500. ഇത് തേക്കിന്റെ മോഡലാണ്. പൈപ്പ് എന്ന് പറയുന്ന ഒരു മോഡൽ സെറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു റോയൽ ടച്ചിൽ വരുന്ന ഒരു പുതിയൊരു മോഡലാണ്. നമ്മൾ ഒരുപാട് കസ്റ്റമറിന്റെ ഒരു കുറെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന ഒരു മോഡലാണ്. ഇത് നമ്മള് വർക്ക്ഷോപ്പിൽ അവിടെ നമ്മളെല്ലാം വുഡൻ ഐറ്റംസ് എല്ലാം നമ്മളെ വർക്ക്ഷോപ്പിൽ തന്നെയാണ്, നമ്മൾ കണ്ടെടുത്തുന്നത് തന്നെയാണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടുവരുന്നത്. ഈട്ടിയുടെ ടേബിളും കാര്യങ്ങളുമാണ്, ഗ്ലാസ് ടേബിൾ ആണ്. കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന ഈട്ടി തന്നെയാണ്. ചെയർ ആണെങ്കിലും ഫുള്ള് സീറ്റ് ഉൾപ്പെടെ നമുക്ക് ഈട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കസ്റ്റമറിന് ചെയറിന് കുഷനാണ് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ കുഷൻ പലക മാറ്റി നമ്മൾ കുഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ പലകയാണ്. അത് ഓരോ കസ്റ്റമറിന്റെ കംഫർട്ട് അനുസരിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിടുന്നത് എല്ലാ ഐറ്റംസും. പിന്നെ 3 ഡോർ അലമാരകൾ, 3 ഡോർ തേക്ക് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 39,500 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 39 കംപ്ലീറ്റ് തേക്ക് തന്നെ ആയിരിക്കും. വേറെ മരം മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ അത് ഓരോ പ്രൈസ് മോഡലിന്റെ വ്യത്യാസത്തിൽ നമുക്ക് പ്രൈസ് വേരി ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഡിസൈൻ മാറുന്നതിനനുസരിച്ച് കുറച്ച് ഇത് വരും. ഡിസൈൻ അല്ല, അതിന്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളും മാറുന്നതിന്റെ അനുസരിച്ച്, പിന്നെ സൈസുകളും മാറുന്നതനുസരിച്ച് നമുക്ക് മോഡലിലും മാറുന്നതിലുണ്ട്. വർക്ക് കൂടുതൽ കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽസ് വരുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള ഡിഫറൻസ് വരും. സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞത് നമ്മൾ 39,000 രൂപയാണ് 3 ഡോർ സ്റ്റാർട്ടിങ് വരുന്നത്. 39 എന്ന് പറയുന്നത് നമ്മളൊരു ഓഫർ പ്രൈസ് ആണ്. അതിന്റെ റേറ്റിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഒരു ഓഫർ പ്രൈസ് ആണ്. ഒരു ബെഡ്റൂം സെറ്റ് ആണ് തേക്കിന്റെ 3 ഡോർ, പിന്നെ ഡ്രസ്സിങ്, അത് കണക്ക് തന്നെ ഒരു ബോക്സ് ടൈപ്പ് കോട്ടാണ്. അതെ, സ്റ്റോറേജ് വരുന്നതാണ്. ഇതിന്റെ എഡ്ജ് ഒക്കെ ആണെങ്കിലും ഒരു കർവ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ മോഡലില് ഒരു കർവ് എല്ലാ സൈഡിലും. ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മളെ കസ്റ്റമറിന് കൊടുക്കുന്ന ഐറ്റത്തിന്റെ ഫിനിഷിങ് നമ്മൾ ശ്രദ്ധിച്ചാൽ കൊടുക്കുന്നത്. ഫർണിച്ചർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിനിഷിങ്ങിലാണ് അതിന്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. അപ്പം അതിനെ നമുക്ക് ഇച്ചിരി കോസ്റ്റ് കൂടുതലാവുമെങ്കിലും നമ്മൾ എന്ത് ഐറ്റം വന്ന് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്താലും കസ്റ്റമറിന് മനസ്സിലാവും. എല്ലാത്തിന്റെ ഫിനിഷിങ്ങും പെർഫെക്ഷനും പക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കും ഉണ്ടല്ലോ. അതെ, നമ്മളെ പ്രൊഡക്റ്റിനെല്ലാം ഒരു കസ്റ്റമർ ഒരു സാധനം മേടിക്കുന്നത് നമ്മളൊക്കെ ആ ഒരു ഫിനിഷിംഗ്, ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഫിനിഷിംഗിലാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഇരിക്കുന്നത്. വുഡൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വുഡ് നല്ല ഫിനിഷ് ചെയ്ത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ എന്ത് ഐറ്റംസ് ചെയ്താലും അതിൻ്റെതായ കോസ്റ്റിലാണ് ചെയ്യുന്നത്. TV യൂണിറ്റിന്റെ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ സ്റ്റാർട്ടിംഗ് മോഡൽ ഇതാണ് വരുന്നത്. നമുക്കിപ്പോൾ ഇത് കസ്റ്റമറിന് ഈ ഒരു മോഡൽ 4 അടി വീതിയിലുള്ള നീളത്തിലുള്ള മോഡൽ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 4,900 ഇത് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത്. 4,900 ഒരു ബോക്സ് ഉണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ തട്ടും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് 5 വർഷത്തെ വാറന്റിയിൽ കസ്റ്റമറിന് കൊടുക്കുന്നത് 4,900 5 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. അതെ, പിന്നെ പല ഡിഫറെന്റ് മോഡൽസ് നമുക്ക് ഉണ്ട്. ഇത് നമുക്ക് ഒരു 5 അടി വീതിയിൽ വരുന്ന ഫുൾ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രീമിയം രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റാണ്. നമുക്കിത് ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് 19,900 നമ്മൾ ഇതിനെ കൊടുക്കുന്നത്, കസ്റ്റമറിന് കൊടുക്കുന്നത് 19,900. അതേപോലെ തന്നെ ഇതും ഒരു 5 അടി വരുന്ന ഒരു TV യൂണിറ്റാണ്. ഇത് നമുക്ക് അത്രയും ഇതിന്റെ അത്ര വർക്ക് ഇല്ലെങ്കിൽ പോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. കസ്റ്റമറിന് നമ്മളൊരു 10,500 റേറ്റിൽ നമുക്ക് ഓഫറിൽ ഇത് കസ്റ്റമറിന് 500 കൊടുക്കാം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് റേറ്റ് താന്ന ഒരു മോഡലും കൂടെ ഉണ്ട്, നമുക്കത് കാണിക്കാം. പിന്നെ ഇതിന്റെ 7 അടി മോഡൽ കസ്റ്റമറിന്റെ അളവിലോട്ട് നമ്മൾ എന്ത് ഐറ്റംസ് ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഏത് കസ്റ്റമറിന്റെ വീട്ടിലെ ഏത് സൈസിലും നമുക്കിത് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്ത് ഐറ്റംസ്, ഇപ്പോൾ ബെഡ്റൂം സെറ്റ് ആണെങ്കിലും എന്ത് ഡൈനിങ് ആണെങ്കിലും എന്ത് ഐറ്റംസ് നമുക്ക് കസ്റ്റമൈസേഷൻ 100% കസ്റ്റമൈസേഷൻ. അതായത് ഇപ്പോ പാർട്ടിക്കൽ ബോർഡ് അല്ല, പാർട്ടിക്കൽ ബോർഡിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. വുഡൻ ഐറ്റംസിനകത്തും ചെയ്ത് കൊടുക്കാം. അതെ. ഇത് നമുക്കൊരു മോഡലാണ്, ഒരു ലൂവർ ടൈപ്പ് വരുന്ന ഡിസൈൻ വരുന്ന ഒരു മോഡൽ. നമുക്കൊരു 8,500 ആയിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. 8,500 ആയിട്ട്.
ഇത് ലൈറ്റ് LED ലൈറ്റ് ഇത് കാര്യങ്ങൾ LED ലൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. താഴെ 2 ഡ്രോയർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനൊക്കെ വാറന്റി എങ്ങനെയാണ് വരുന്നത്? ഇതിനൊക്കെ നമുക്ക് 5 years വാറന്റിയാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ആണ്, നല്ല ഏറ്റവും പ്രീമിയം മോഡലാണ്, TV കൊണ്ട് എല്ലാം ചെയ്യുന്നത്. ഇത് നമുക്ക് വരുന്നത് പറഞ്ഞാൽ അക്കേഷ്യയുടെ ഒരു കട്ടിലാണ് വരുന്നത്. ഇത് ഒരു പുതിയ മോഡൽ, നമ്മളൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇതിന്റെ ലെഗ് ഒന്നും നമുക്ക് വിസിബിൾ അല്ല. ഒരു നമ്മളിപ്പോ ഈ ഒരു സ്പേസ് ലെവലിൽ നല്ലൊരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് തരുമ്പോഴേ അതിന്റേതായ ലക്ഷറി ഫീലിംഗ് കാര്യങ്ങൾ കിട്ടും. പിന്നെ ഹെഡിൽ നമുക്ക് അപ്പോൾസറി വർക്കാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ടൈപ്പ് കട്ടിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ഹെഡിലെ കുഷൻ വർക്ക് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാം. കസ്റ്റമറിന്റെ കളറിൽ കസ്റ്റമറിന്റെ സമയം തരുന്നതനുസരിച്ച് കസ്റ്റമറിന്റെ കളറിൽ വേണ്ട കളറിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അക്കേഷ്യയുടെ കട്ടിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് അക്കേഷ്യയുടെ കട്ടിൽ നമുക്ക് പലക അടിച്ച് നമുക്ക് ബെഡ് ഭാഗത്ത് പലക അടിച്ച് കട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് 9,500 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9,500 അക്കേഷ്യയുടെ കട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അക്കേഷ്യയുടെ ക്യൂൺ സൈസ് കട്ടിൽ നമുക്ക് വാറന്റിയോടുകൂടിയുള്ള കട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വുഡൻ സാധനത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ വാറന്റി ലൈഫ് ലോങ് ആണോ കൊടുക്കുന്നത്? അല്ല, അക്കേഷ്യ വരുമ്പോഴത്തേക്ക് നമുക്ക് 10 to 15 വർഷം നമുക്ക് ഓരോ മോഡൽസിന് വ്യത്യാസം വരും. തേക്ക് വരുമ്പോൾ നമുക്ക് ലൈഫ് ടൈം വാറന്റി കൊടുക്കാം. പിന്നെ ഇത് നമുക്കൊരു 2 door തേക്കിന്റെ വാൾഡ്രോബ് ആണ്. ഇത് നമ്മളെ തേക്കിന്റെ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തേക്കിന്റെ തന്നെ 2 door സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 28,900 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 28,900. അതെ അതെ. കസ്റ്റമറിന് നമുക്ക് ഇതിപ്പോ എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രീമിയം സാധനങ്ങളെ കസ്റ്റമറിലേക്ക് നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ മാനുഫാക്ചറിങ് കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് എത്തിക്കാൻ പറ്റും. എല്ലാ യൂണിറ്റും നമ്മൾ പ്രീമിയം പ്രോഡക്റ്റുകൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാം. ഇത് നമ്മളൊരു സെറ്റുകളുടെ കളക്ഷനായി ഈ ഒരു ഏരിയ മൊത്തം വരുന്നത്. ഇതെല്ലാം പ്രീമിയം, നല്ല ഫിനിഷിംഗിൽ പ്രീമിയം രീതിയിൽ തേക്കും ഈട്ടിയും വരുന്ന മോഡൽസ് ആണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. നമുക്കിപ്പോൾ ഈ സോഫ സെറ്റുകളുടെ ഏതിൻ്റെ ആണെങ്കിലും നമുക്ക് തേക്കിലോ ഈട്ടിയിലോ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും മോഡൽസ് എല്ലാം. ഓക്കെ, ഡിസൈൻ ഏതായിരുന്നാലും വുഡ് നമ്മൾ മാറ്റി കൊടുക്കാം. വുഡ് നമുക്ക് തേക്കിലോ ഈട്ടിയിലോ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ മോഡൽസിനും അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും, പിന്നെ കസ്റ്റമറിന്റെ കംഫർട്ട് ആണല്ലോ എല്ലാവരും വന്നത് ഫീൽ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളൊക്കെ എടുക്കുന്നത്. ഇപ്പം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രിങ് ആണ് ഇതിനകത്ത് വരുന്നത്. സാധാരണ നമുക്ക് ഫുൾ കവർ സെറ്റിക്കകത്താണ് നമുക്ക് സ്പ്രിങ്ങും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ പോക്കറ്റഡ് സ്പ്രിങ് ആണ് സീറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെ അങ്ങനെയാണ് സ്പ്രിങ്, പോക്കറ്റ് സ്പ്രിംഗ് ആണ്? അല്ല, അത് എല്ലാത്തിന്റെ അല്ല, ചില മോഡലിന്റെ മാത്രം നമുക്ക് പോക്കറ്റ് സ്പ്രിംഗിലാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സൂപ്പർ സോഫ്റ്റ് ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫോം എല്ലാം നല്ല 32 ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് ഫോമാണ് ചെയ്യുന്നതെല്ലാം. ഇതെന്ന് പറഞ്ഞാൽ ഈട്ടി ആണ്, ഫുൾ കംപ്ലീറ്റ് ഈട്ടിയുടെ ആനക്കൊമ്പ് മോഡൽ എന്ന് പറയുന്ന സെറ്റ് ആണ്. അപ്പൊ അതിന്റെ നല്ല ഒരു ഫീൽ ഉണ്ട് അല്ലേ? അതെ, ഇതിന്റെ ക്വാളിറ്റി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കസ്റ്റമറിനെ. അതിന്റെ വന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഗ്രെയിൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒറിജിനലാണ്. നമുക്ക് ഈട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 100 വർഷത്തിന് പുറത്ത് നിന്നിട്ടുള്ള മരങ്ങളാണ് ഇത് കട്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് വുഡിന്റെ ഗ്രെയിൻസിനകത്തും കാര്യങ്ങൾക്കും എല്ലാം കിട്ടും. നമുക്ക് ഇത് ഒരു ആനക്കൊമ്പ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിനിപ്പോൾ നമ്മൾ ഓഫറിലാണ് എല്ലാ ഐറ്റംസും നമുക്ക് കിടക്കുന്നതിൽ ഇത്ര % ഓഫറിലാണ് നമുക്ക് കസ്റ്റമറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തേക്കിന്റെ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 3 സീറ്റ് 2 സിംഗിൾ സീറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 21,500 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മോഡൽ നമുക്കുണ്ട്, ഡിസ്പ്ലേയിലുണ്ട്, നമുക്ക് കസ്റ്റമറിനെ കാണിക്കാം. തേക്കിൻ്റെ 21,500 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്. ഒരുപാട് കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണിത്. നമ്മൾ ഷട്ടർ എന്നാണ് ഇതിന്റെ ഒരു പേര്. അതിന്റെ ഫിനിഷിംഗ് ആണെങ്കിലും ഇരിക്കാനുള്ള ബാക്കിലെ കംഫർട്ട് ആണെങ്കിലും കസ്റ്റമർ ഒരുപാട് വന്ന് ഇരുന്ന് അതിന്റെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ കിടക്കുന്നത്. ഷട്ടർ അല്ലേ? ഷട്ടർ, അതെ. ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി തേക്കിലാണ്. ഇതിന്റെ തന്നെ ഈട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈട്ടിയുടെ ഒരു 2 സീറ്റർ ആണ് ഇവിടെ കിടക്കുന്നത്. ഇതിന്റെ തന്നെ ഈട്ടിയുടെ കോർണർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈട്ടിയുടെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അത് കസ്റ്റമറിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈട്ടിയുടെ സാമ്പിൾ ഇട്ടിരിക്കുന്നത്. ഇത് ഈ സെക്ഷൻ ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡൈനിങ് ടേബിളിന്റെ സെക്ഷനാണ് കിടക്കുന്നത്. നമുക്ക് ഈ കിടക്കുന്നത് മൊത്തം തേക്ക് ഈട്ടി അക്കേഷ്യ വരുന്ന വുഡിന്റെയാണ് കിടക്കുന്നത്. ഇനി ഈ മോഡൽസ് അല്ല, കസ്റ്റമറിന് ഒരു സ്വന്തം മോഡൽ ഉണ്ട്, നമുക്ക് നെറ്റിൽ നിന്ന് ഒരു മോഡൽ എടുത്താൽ ആ മോഡലിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടോപ്പ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മാർബിൾ ഉണ്ട്, അതേപോലെ തന്നെ വുഡൻ ടോപ്പും ഉണ്ട്. കസ്റ്റമറിന് ഏതാണോ കസ്റ്റമറിന്റെ ഡിസൈനിനനുസരിച്ച് നമുക്ക് അത് എടുക്കാൻ പറ്റും, ചെയ്തു കൊടുക്കാം. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നതെന്ന് പറഞ്ഞാൽ 4 സീറ്റർ ടേബിളും 4 ചെയറും നമുക്ക് അതിന്റെ ഗ്ലാസ് ടോപ്പും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 15,500 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15,500 തൊട്ടാണ്? അതെ, നമുക്ക് ഡിസ്പ്ലേയിലുണ്ട്, അത് കാണിക്കാം, താഴെയുണ്ട്, കാണിക്കാം. പിന്നെ 15 നമുക്ക് അതേ കണക്ക് തന്നെ തേക്കിന്റെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 ചെയറും 5-3 ടേബിളും അതിന്റെ ഗ്ലാസും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 27,900 നമുക്കത് വരുന്നത്. തേക്കിന്റെ 27,900 6 ചെയറും തേക്കിന്റെ തന്നെ ചെയറും തേക്കിന്റെ ടേബിളും ആയിട്ടാണ് നമുക്ക് 27,900 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അത് കസ്റ്റമർ മോഡൽ മാറുന്നതനുസരിച്ച് എല്ലാം നമുക്ക് അതിന്റെ അകത്ത് റേറ്റുകൾ വ്യത്യാസം വരും. അതായത് ഡിസൈൻ മാറുന്നതിനനുസരിച്ച് ചെയറിന്റെ നമുക്ക് അക്കേഷ്യയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 4 ചെയറും ടേബിളും നമുക്ക് 15,500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 15,500. ഇതൊക്കെ ഇപ്പോ ഈ ഫുൾ ഇത് വരുന്നതാണ്. ഇത് ഫുൾ തേക്കാണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമുക്ക് സാധാരണ നമ്മൾ ഇത് ടോപ്പ് എല്ലാം ട്രീറ്റ് ചെയ്താ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് പലക നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് ഇത് ഗ്യാപ്പ് വീഴും. വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഗ്യാപ്പ് വീണ്
ഇടയ്ക്ക് ലൈൻസ് വരും, അതൊരു പിന്നെ ഒരു വൃത്തികേടായിപ്പോ. അതെ അതെ. പിന്നെ അതിനോട് നമ്മളിത് കെമിക്കലി ട്രീറ്റ് ചെയ്ത് ഇനി ഇത് സീസൺ ചെയ്ത മരമായത്, ഇനി ഇതിന് ഗ്യാപ്പോ വേറെ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതൊക്കെ നമുക്ക് ഒരു സ്പേസ് സേവിംഗ് ആയിട്ടുള്ള മോഡലാണ്. ഇത് 6 ചെയറിൻ്റെതാ വരുന്നത്. 6 ചെയറിന്റെ അത് നമുക്ക് യൂസ് കഴിഞ്ഞാൽ നമ്മളെ ചെയർ അകത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഫ്ലാറ്റിലും നമ്മളെ സ്പേസ് കുറവുള്ള ഏരിയയിലൊക്കെ ഇത് വരും. ഇതിപ്പം നമുക്ക് വരുന്ന 6.3 സൈസ് ആയത്, 6.3. ഇനി ഇതിന്റെ നമുക്ക് റൗണ്ട് ഉണ്ട്, 6 റൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 3.5 റൗണ്ട് വരുന്നുണ്ട്. 3.5 റൗണ്ട് വരുമ്പോൾ നമുക്ക് ഈ മോഡലിൽ വരും. വളരെ കിച്ചൺ ടേബിൾ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനും ചെയറാന്ന് പോലും പറയത്തില്ല, ഒരു ഡിസൈൻ ആയിട്ട് നമുക്കൊരു വളരെ ഒരു എലഗന്റ് ആയിട്ട് നമുക്കൊരു നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും. അതേ കണക്ക് ഡൈനിങ് സ്പേസ് കുറഞ്ഞ ഏരിയയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഇത് എത്രയാന്ന് പറഞ്ഞത് സൈസ്? ഇത് 3.5 സൈസ്. ഇതിന്റെ തന്നെ നമുക്ക് സ്ക്വയറും വരുന്നുണ്ട്, 3.5 സ്ക്വയറും വരും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ഡൈനിങ് ടേബിൾ. 6.3 സൈസ് ആണ്. നമുക്ക് ഇത് 5.3 6.3 നമുക്ക് ഏതിലോട്ട് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഒരു പറവ ടൈപ്പ് ആണ്, ഒരു നമുക്ക് ഇതിന്റെ വെറൈറ്റി ആണ്. ഗ്ലാസ് ടോപ്പ് ആണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. കാരണം ഇതിന്റെ അടിയിലെ ലെഗിന്റെ ഫ്രെയിം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത്. 4 സൈഡിലല്ല, സെന്ററിലാണ് ലെഗ് വരുന്നത്. ലെഗിന്റെ ഡിസൈൻ ആണെങ്കിൽ നമുക്കൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസപ്പ് കാണിച്ചു കൊടുക്കും, കസ്റ്റമറിനെ കാണാനും എല്ലാം അതാ നല്ലത്. ഓക്കെ, ഇതിന്റെ കൂടെ ചെയർ 6 ആണോ വരുന്നത്? നമുക്ക് ചെയർ 6 ചെയറാ വരുന്നത്. അത് നമുക്ക് 8 ചെയറിന്റെ ആക്കണമെങ്കിൽ നമുക്ക് 8 ചെയറിന്റെ മോഡൽ എടുത്താൽ ചെയർ സെപ്പറേറ്റ് വാങ്ങണമെന്നുള്ളവർക്ക് നമുക്ക് ടേബിളിന്റെ കൂടെ ചെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമുക്ക് ഈ ഒരു മോഡൽ ചെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തേക്കിന്റെ ചെയർ ആണ്. നമുക്ക് ഇത് 1600 രൂപ വരത്തുള്ളൂ. 1600 തേക്കിന്റെ ഈ ചെയറിന് നമുക്ക് 1600 രൂപ വരത്തുള്ളൂ. ഓക്കെ ഓക്കെ. അല്ലാതെ തേക്കല്ലാതെ അക്കേഷ്യ അതിൽ ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ? നമ്മളിതിപ്പോ ഒരു ഓഫറിൽ ഇടുവാണ്. കസ്റ്റമറിന് നമ്മളെ പ്രൊഡക്റ്റ് മേടിക്കുന്ന കസ്റ്റമറിന് നമുക്കിത് 1600 രൂപയാണ്. 6 ചെയറിന് എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 9000 സംതിങ് രൂപ ആവുന്നുള്ളൂ. ഇപ്പോ നല്ലൊരു ഫൈബർ ചെയർ വാങ്ങണമെങ്കിൽ കൂടി ഫൈബർ ചെയർ മേടിക്കണമെങ്കിൽ പോലും ഈ ഇതിൽ നിന്ന് റേറ്റ് വരുന്ന കാലത്ത് നമുക്ക് തേക്കിന്റെ തന്നെ ചെയറാണ്. നമുക്ക് 1600 രൂപയ്ക്ക് ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത ചെയർ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞാല് കട്ടിലുകളുടെ കസ്റ്റമറിന് വരുമ്പോഴേ നമുക്ക് ഒരു 5-10 മോഡലല്ല, കസ്റ്റമറിന് ഒരുപാട് മോഡലുകൾ കണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ക്യൂൺ സൈസിന്റെ പല ഡിസൈനിലുള്ള മോഡൽസ് ആണ് ഇതെല്ലാം. അപ്പൊ കസ്റ്റമർ ഒരു കട്ടിലെ മേലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടാൽ പോലും ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ സെലക്ട് ചെയ്യാൻ പറ്റും കസ്റ്റമറിന്. അത് നമ്മളൊരു ഓപ്ഷൻ കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല കസ്റ്റമറിന്റെ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതെ തീർച്ചയായും. ഇത് നമ്മുടെ ഒരു തേക്കിന്റെ ഒരു സെറ്റിയാണിത്. 3+1+1 സെറ്റിയാണ്. നമുക്കിത് കസ്റ്റമറിന് ഇപ്പോഴത്തെ ഒരു ഓഫറിൽ നമുക്ക് 23,500 ആയിട്ട് ഈ ഒരു ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു സെറ്റ് നമുക്ക് 23,500 തേക്കിന്റെ ഫുൾ ലൈഫ് ടൈം വാറന്റിയോടുകൂടി കൊടുക്കാം കസ്റ്റമർ. 3+1. ഇത് ഇപ്പൊ വുഡിലും മാത്രം ചെയ്തിരിക്കുന്ന സെറ്റ് ഫുള്ള് കംപ്ലീറ്റ്ലി തേക്കിനകത്ത് ഡിപ്പോ തേക്കിനകത്ത് നമുക്ക് ഫോറസ്റ്റ് മരത്തിൽ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഇത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഫുൾ വുഡിനകത്തുള്ള മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളെല്ലാം ഇത് വുഡിനകത്താണെങ്കിൽ പോലും കസ്റ്റമർ വിചാരിക്കും നമുക്ക് സീറ്റിംഗ് കംഫർട്ട് കാണത്തില്ല, കാര്യങ്ങൾ കാണത്തില്ല. നമ്മൾ കസ്റ്റമറിന്റെ അടുത്ത് ലൈവായിട്ട് വന്ന് ഇരുന്ന് അതിന്റെ ഫീലിംഗ്, കാരണം നമ്മൾ ആ ചെയ്തിരിക്കുന്നത് സ്ട്രൈറ്റ് അല്ല, നമ്മൾ ഇവിടെ കൊണ്ടൊരു ബെൻഡ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൈ സപ്പോർട്ട് വരുന്നിടത്താണെങ്കിലും നമുക്ക് അതിന്റെ രീതിയിൽ ഒരു ബെൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റമറിന് ഇരിക്കുന്ന സമയത്താണെങ്കിലും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനും കറക്റ്റ് തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ വുഡിനകത്താണെങ്കിലും ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ വുഡിൽ വരുന്ന മോഡൽസ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരിക്കും, ഇരിക്കാൻ കംഫർട്ട് ആണ്. പക്ഷെ അത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരാത്ത മോഡൽസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതൊരു കോർണർ ടൈപ്പ് ആണ്. നമുക്ക് ഇനി ഇതിന്റെ തന്നെ 3+1 ഇതൊരു വേറൊരു മോഡലാണ്. ഇതിനകത്താണ് നമുക്ക് ആ ബെൻഡിങ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കറക്റ്റ് നമുക്ക് ആ ഒരു ബെൻഡിങ് നമുക്ക് ഇവിടെ ഒരു തൈ സപ്പോർട്ട്, ഇവിടെ ഒരു നമ്മൾ നടുവിനൊരു സപ്പോർട്ടും അതിന്റെ കാര്യങ്ങളും എല്ലാം വന്ന് നമുക്ക് ഇതേപോലത്തെ വേറെ പല മോഡലുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് CNC കട്ടിംഗ് ആണ് വരുന്നത്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ നമ്മൾ ഓരോ സെറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു കോർണർ സെറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് നമ്മളെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 21,500 തൊട്ടാണ് നമുക്ക് കോർണർ സെറ്റ് അക്കേഷ്യയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കേഷ്യയുടെ 21,500 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിന്റെ തന്നെ തേക്കിന്റെ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രൈസ് റേഞ്ചുകൾ വ്യത്യാസം വന്നു. അപ്പൊ കസ്റ്റമറിന് ഏത് മോഡലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കസ്റ്റമറിന്റെ പ്രൈസ് റേഞ്ചിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. എടുക്കാം എല്ലാ കസ്റ്റമറും നമ്മളൊരു പക്ക ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇത് തന്നെ നമ്മൾ താഴെ കണ്ട ഈട്ടിയുടെ തേക്കാണ്, ആനക്കൊമ്പിന്റെ തേക്കാണ്. നമുക്ക് ഇനി തേക്കാണ്. ഇതിപ്പം നമ്മൾ പറഞ്ഞില്ലേ അത് ഈട്ടിയുണ്ട്, ഇത് തേക്കുണ്ട്. ഇനി ഇതിന്റെ തന്നെ കോർണർ സെറ്റ് വരുന്ന മോഡലും ഉണ്ട്, ആനക്കൊമ്പിന്റെ കോർണർ. അപ്പൊ നമുക്ക് ഒരുവിധം എല്ലാ സെറ്റുകളും നമുക്ക് കോർണറും ചെയ്യാം, 3+1+1 ചെയ്യാം. അത് കസ്റ്റമറിന്റെ വീട്ടിൽ ഇടാൻ പറ്റുന്ന സ്പേസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇത് നമ്മളൊരു കോർണർ സെറ്റുകളുടെ ഏരിയ ആണ് നമുക്ക് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ വുഡൻ കളക്ഷൻ, തേക്ക് വീട്ടിങ് കളക്ഷൻസ് ആണ് വരുന്നത്.
കസ്റ്റമറിന് വന്ന് ഇഷ്ടപ്പെട്ട് ഫീൽ ചെയ്ത് നോക്കി. ഇത് നമ്മൾ ആനക്കൊമ്പിന്റെ കോർണറാണ് ഈ ഒരു സെറ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കോർണർ ഉണ്ടെന്ന് പറഞ്ഞു. കോർണർ ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. ഫുൾ വുഡൻ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന്റെയൊക്കെ ഡിഫറെന്റ് കളക്ഷൻസ് ആണ്, ഡിഫറെന്റ് ടൈപ്പിലുള്ള കളക്ഷൻസ് ആണ് മൊത്തം. നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. കസ്റ്റമർ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി മോഡലാണ് ഇത് ബിഗ് ബോസ്. അപ്പൊ ഓരോ സെറ്റിനും നമുക്ക് ഓരോരോ വെറൈറ്റി ഇതുണ്ട്. കസ്റ്റമറിന് മാറിപ്പോരുത് ഒരിക്കലും. നമുക്ക് ബില്ല് ഓർഡർ എടുക്കുമ്പോഴാണെങ്കിലും ഓരോന്നിനും ഓരോ ഡിഫറെന്റ് പേര് കൊടുത്തിട്ട് അതിന്റെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സെറ്റ് ആണെങ്കിൽ നമുക്ക് വീൽ എന്ന് പറയും. ഇതിന്റെ സൈഡിലെ തിക്നെസ് കണ്ടാൽ തന്നെ അറിയാം കസ്റ്റമറിന്. ഇത് ഫുൾ തേക്കാണ്. നമുക്കൊരു 39,500 നമുക്ക് ഇപ്പൊ ഇതിന്റെ ഒരു റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 39,500 ഫുൾ തേക്കിൽ തിക്നെസ്സിലും രണ്ട് സൈഡിലും നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നത്. നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമറിന് തേക്കിന്റെ ഒരു സെറ്റ് അത്യാവശ്യം കസ്റ്റമർ ഇതൊരു ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 41,500 നമ്മൾ കൊടുത്തോണ്ടിരുന്ന മോഡലാണ്. ഇതിപ്പോ ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമറിന് നമുക്കൊരു 31,500 നമ്മൾ ഈ CNC വർക്കും കാര്യങ്ങളും ഈ HR ക്ലോത്തും വരുന്ന സെറ്റ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. 31,500 നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമറിന് നമ്മൾ കൊടുക്കുക. നമ്മൾ കളർ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുത്താൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമ്മുടെ ഓഡിയൻസ് വന്നു കഴിഞ്ഞാൽ കൊടുക്കണം. നമ്മളെ ഈ ഏത് ഐറ്റംസും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നമ്പറുകളുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കസ്റ്റമറിന് നമുക്ക് എവിടെ ആണെങ്കിലും നമുക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോഫ നമ്മളൊരു സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റിൽ കസ്റ്റമറിന് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ചോയ്സ് ആയിരിക്കും. നമുക്ക് 5 വർഷത്തെ വാറണ്ടി കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. 5 വർഷം വാറണ്ടി, 5 വർഷത്തെ വാറണ്ടി നമുക്ക് വുഡിനും കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റിയാണ് നമുക്ക് ഈ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജൂട്ട് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റമർ അതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം പെർഫെക്ഷൻ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. സ്റ്റാർട്ടിംഗ് മോഡൽ കസ്റ്റമറിന് ബഡ്ജറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ. നമുക്കൊരു 13,500 നമ്മൾ ഇത് കൊടുക്കുന്നത്. 13,500 നമുക്ക് കസ്റ്റമറിന് ബില്ല് ചെയ്ത് ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ഒറ്റ പീസ് മാത്രമാണോ 13,500 ഓഫർ? അല്ല, 13 ഒറ്റ പീസ് അല്ല, നമുക്ക് ഒരുപാട്. നമുക്ക് ഇതിപ്പോ കുറച്ച് പീസ് നമ്മൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. പിന്നെ അത് തീരുന്നതനുസരിച്ച് നമ്മൾ കസ്റ്റമറിന്റെ ഓർഡർ വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇപ്പൊ ഓൾഡ് സ്റ്റോക്ക് കിടന്നതുകൊണ്ട് നമ്മൾ ഒഴിക്കാൻ വേണ്ടിട്ട് 13,500 അല്ല. നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കസ്റ്റമറിന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് നമ്മൾ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സമയം ഇപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള സമയം മതി. തേക്കിന്റെ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലത്തുള്ള 21,500 സെറ്റിയാണ് ഈ കിടക്കുന്ന മോഡല്. 21,500 ഇത്രയും ഒരു തേക്കിന്റെ ഈ ഒരു ഫിനിഷിംഗിൽ വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നത്. ഇത് കസ്റ്റമറിന് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒരു ഓഫർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ സ്കൂൾ റീ ഓപ്പണിംഗ് ടൈം ആണല്ലോ. നമ്മളെ കസ്റ്റമറിന് ഇപ്പൊ ഒരുപാട് പേര് നമ്മൾ സ്റ്റഡി ടേബിളിലാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഒരുപാട് എല്ലാം ഒരേ മോഡലല്ല, പല മോഡലുകളിലെ പല യൂസിന് പല ഏജ് ടൈപ്പിൽ ഇത് കുറച്ചും കൂടെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അങ്ങോട്ടുണ്ട് പല കൊച്ചു പിള്ളേർക്ക് തൊട്ടുള്ള എല്ലാ ടൈപ്പിലുള്ള സ്റ്റഡി ടേബിളിന്റെ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാം ബഡ്ജറ്റ് റേറ്റിൽ നമ്മൾ ഓഫറിലാണ് എല്ലാ കസ്റ്റമറിനും കൊടുക്കുന്നത്. നമ്മുടെ കിഡ്സിനായിട്ടുള്ള സ്റ്റഡി ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സീറ്റും ചെയറും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,900 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയറും ടേബിളും കൂടെ കൂട്ടി നമുക്ക് 2,900 സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ അക്കേഷ്യ വുഡിന്റെ ഒരു കോർണർ സെറ്റ് ആണ് വരുന്നത്. ക്ലോത്ത് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രീമിയം രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. HR സ്യൂഡ് ക്ലോത്ത് തന്നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോം ആണെങ്കിലും നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഒരു ഓഫറിൽ കസ്റ്റമറിന് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമറിന് 21,500 നമ്മൾ ഈ ഒരു സെറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു ഒറ്റ പീസ് അല്ല, എത്ര കസ്റ്റമർ വരുന്നോ അത്രയും കസ്റ്റമർ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ 2 ഡോർ MDF വരുന്ന നമ്മളെ വാൾഡ്രോബ്സിന്റെ കളക്ഷൻസ് ആണ് ഈ ഇരിക്കുന്നതല്ല. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട മോഡൽ ഒരുപാട് മോഡൽസ് ഇതെല്ലാം അപ്പുറം സൈഡിലോട്ട് എല്ലാം ഒരുപാട് മോഡൽസ് ഉണ്ട്. 2 ഡോർ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരും? 2 ഡോർ ഇത് നമുക്ക് ഈ ഒരു മോഡലാണ് നമുക്ക് കാണിക്കാം. 2 ഡോർ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 6,900 നമുക്ക് സ്റ്റാർട്ടിംഗ് വരത്തുള്ളൂ. 6,900 പാർട്ടിക്കൽ ബോർഡ് വരുന്നത്. നമുക്ക് ഇത് 5 വർഷത്തെ വാറണ്ടി കസ്റ്റമറിന് കൊടുക്കാം. 5 വർഷത്തെ വാറണ്ടി കൊടുക്കാം. അകത്താണെങ്കിലും നമുക്ക് നല്ല സ്പേസും ഇവിടെ ഒരു ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഹാങ്ങിങ് വരുന്നുണ്ട്, ലോക്കർ ഫെസിലിറ്റി വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നല്ലൊരു പ്രീമിയം മോഡലാണ്. അത്യാവശ്യം പ്രീമിയം മോഡലാണ്. 6,900 ഓക്കെ. 3 ഡോർ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ഡോർ വരുമ്പോൾ നമുക്ക് 9,900 വരും. 9,900 ഇതിന്റെ തന്നെ 3 ഡോർ വരുമ്പോൾ നമുക്ക് ഓഫറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 9,900 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാൾഡ്രോബുകളാണെങ്കിലും ബെഡ്റൂം സെറ്റ് ആണെങ്കിലും നമുക്ക് പാർട്ടിക്കൽ ബോർഡിനകത്ത് നമുക്ക് UV ബോർഡ്സിന്റെ കളക്ഷൻസും ഉണ്ട്. ബെഡ്റൂം സെറ്റിലും UV ബോർഡ്സിന്റെ കളക്ഷൻ ഉണ്ട്. പാർട്ടിക്കൽ ബോർഡിൽ നമുക്ക് വാൾഡ്രോബിൽ എല്ലാത്തിലും സെപ്പറേറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് UV ബോർഡിന്റെ കളക്ഷൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ കൂടുതലും കസ്റ്റമേഴ്സ് നമുക്ക് UVയിലോട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ മോഡലും കാര്യങ്ങളും വീട്ടിൽ വെച്ചാലും ഒരു അട്രാക്ഷനും കാര്യങ്ങളുമാണ്. ഇപ്പൊ എല്ലാവരും നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ UVയുടെ കളക്ഷൻസ് ആണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ കളക്ഷൻസ് ആണ്. ഡ്രസ്സിംഗ് വരുന്ന UVയുടെ മോഡലായത്. സെന്ററിൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ
നമുക്ക് ഡ്രസ്സിങ്ങിന്റെ സാധനങ്ങളും സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്ന ഒരു നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് നമുക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് 2 ഡോറിൽ വെച്ചിട്ട് നമുക്ക് 19,900 ആണ് നമുക്ക് ഈ ഒരു സെറ്റ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. 19,900 സ്റ്റാൻഡേർഡ്, നമ്മൾ ഇതിലും കുറഞ്ഞ മോഡല്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ 19,500 വരുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത്? 19,900 വരുന്നതിന് നമുക്കൊരു ക്യൂൺ സൈസ് കട്ടിൽ വരും. ക്യൂൺ സൈസ് കട്ടിൽ വരും. ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഒരു 2 ഡോറിന്റെ വാൾഡ്രോബ് വരും. അതിനകത്ത് നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഉള്ളതാണ്, സ്റ്റോറേജ് ഉള്ളതാണ്. പിന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ വരും, അതേപോലെ തന്നെ ഒരു സൈഡ് ബോക്സ് വരും. ബെഡ് സൈഡ് വരും. അതെ. ഇത് മാട്രസ് ഇതിൽ കൂടെ ഉള്ളതാണ്? ഇല്ല, മാട്രസ് നമുക്ക് ഈ സൈസിന്റെ മാട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ 5,900 തൊട്ടാണ് നമുക്ക് മാട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5,900 തൊട്ട് നമുക്ക് 5 ഇഞ്ച് തിക്നെസ്സിലുള്ള മാട്രസുകൾ നമുക്ക് 5,900 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു മാർബിൾ ഫിനിഷിൽ വരുന്ന ഒരു തേക്ക് മാർബിൾ കോംബോയിൽ വരുന്ന 2 സൈഡിലും ഡ്രോയേഴ്സ് ഉൾപ്പെടെ വരുന്ന ഒരു പ്രീമിയം രീതിയിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണിത്. ഇത് 3 ഡോർ വാൾഡ്രോബ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഡോർ ആണ്. നമ്മൾ കസ്റ്റമറിന് ഒരുപാട് എൻക്വയറി, ഒരുപാട് സെയിലുള്ള ഒരു മോഡലാണ്. കാരണം നമ്മളൊരു ഇന്റീരിയർ ചെയ്ത വീട്ടിനകത്തേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് ഈ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പക്ക ഫിനിഷിംഗ് ആയി. ഒരുപാട് കസ്റ്റമർ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇന്റീരിയർ ചെയ്യാൻ സമയമില്ലാത്തതാണെങ്കിൽ ഇന്റീരിയർ ചെയ്യേണ്ട ആ ഒരു ഇന്റീരിയർ ചെയ്തൊരു രീതി തന്നെയാണ്. എല്ലാം ഒരു കണക്റ്റിംഗ് മോഡലാണ്. എല്ലാം ഒരേ പാറ്റേണിലും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ഡിസൈനിൽ നമുക്ക് കിടന്നോളൂ. അതെ. ഓക്കെ. ഇതിലും വരുന്നത് 3 ഡോർ വാർഡ്രോബ്. 3 ഡോർ. ഇത് നമുക്ക് 36,500 നമ്മൾ ഇതിന്റെ റേറ്റ് ഇട്ടിരുന്നത്. നമ്മൾ ഈ വീഡിയോ കണ്ടു വരുന്ന എല്ലാ കസ്റ്റമറും നമ്മൾ ഇത് 28,900 നമ്മൾ ഈ ഒരു ഫുൾ സെറ്റ് കൊടുക്കും. 28,900. മാട്രസ് ഇല്ല, മാട്രസ് സെപ്പറേറ്റ് ആണ്. ബെഡ് ഇത് വരുന്നു, കോട്ട് വരുന്നുണ്ട്, ക്യൂൺ സൈസ് കോട്ട് വരുന്നുണ്ട്, 3 ഡോർ വാൾഡ്രോബ് വരുന്നുണ്ട്, ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്, അതാണ് ഒരു ബെഡ് സൈഡ്. പിന്നെ ഇതെല്ലാം നമ്മളെ കട്ടിലിന്റെ സെക്ഷൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് 5 അടി ക്യൂൺ സൈസ് തേക്കാണ് വരുന്നത്. ഇത് തന്നെ ക്യൂൺ സൈസ് തേക്കിന്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് വരുന്നത്. ഇത് നമുക്കൊരു തേക്കിന്റെ തന്നെ ഒരു ഓഫറിൽ നമുക്ക് ഇപ്പോൾ കസ്റ്റമറിന് എന്ന് പറഞ്ഞാല് ഈ ഒരു മോഡൽ നമുക്ക് 16,500 കൊടുക്കാം. 16,500 കൊടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ CNC കട്ടിങ്, പിന്നെ ഇതിന്റെ തന്നെ മൊബൈൽ ഹോൾഡർ വരുന്ന മോഡലുകളുണ്ട്. പല റേറ്റിലുണ്ട്. 21,500 ഉണ്ട്, 24 ഉണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റമറിന്റെ ഓരോ റേറ്റിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമറിന് നമുക്ക് വന്ന് കാണാം. ഇതിന്റെ പലകയാണെങ്കിലും ഇപ്പൊ ഇത് തേക്കിന്റെ കട്ടിലെടുത്തതിന് ഇത് തേക്കിന്റെ പലകയാണ്, നമുക്ക് കസ്റ്റമറിന് കാണാം. നമുക്ക് വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ ഈ ഭാഗം നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല. നമുക്ക് വുഡായിട്ട് തന്നെ കാണാം. ഇതിന്റെ എല്ലാ ഗ്രെയിൻസും കാര്യങ്ങളും എല്ലാം ലൈവായിട്ട് തന്നെ കാണാം. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഒരു സ്വിംഗ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറിനും നമ്മൾ സ്വിംഗ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് മേലോട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറിനും ഒരു 2 സീറ്റർ ഗാർഡൻ ബെഞ്ചാണ്, അക്കേഷ്യയുടെ ഗാർഡൻ ബെഞ്ചാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതെ. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിന്റെ കൂടെ വരുന്ന ചെയറാണ്. ഇത് ചെയറിനാണ് നമ്മൾ 1,600 രൂപ. ടേബിളിന്റെ കൂടെ ഉള്ള ചെയറുകളാണ് ഇത്. ഈ മോഡലുകളല്ല. ഇതാണ് നമ്മൾ തേക്കിന്റെ എന്ന് പറഞ്ഞത്. 1,600 രൂപ തൊട്ടാണ് നമുക്ക് ഈ ഒരു സിംഗിൾ ചെയർ. നമുക്ക് 6 എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ടേബിളിന്റെ കൂടെ എടുക്കുമ്പോൾ നമുക്ക് 1,600 രൂപ നമുക്ക് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരു 5-3 ടേബിൾ, നമുക്കൊരു അക്കേഷ്യയുടെ 5-3 ടേബിളാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 23,900 കസ്റ്റമറിന് കൊടുക്കാം. 6 ചെയറും 5-3 ടേബിളും. ഇനി ഇതിന്റെ തന്നെ തേക്കാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിലാണ് നമുക്ക് 27,900 നമ്മൾ പറഞ്ഞത്. 6 ചെയർ, തേക്കിന്റെ 6 ചെയർ, തേക്കിന്റെ ടേബിള്, ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് പെബിൾസ് ഒക്കെ ഇടുന്ന മോഡലാണ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഗ്ലാസ് ഉൾപ്പെടെയാണോ വരുന്നത്? ഗ്ലാസ് ഉൾപ്പെടെ വരുന്നത് 27. തേക്കിന്റെ ആകുമ്പോൾ 27,900, അക്കേഷ്യയുടെ ആകുമ്പോഴത്തേക്ക് 23,900. പിന്നെ നമുക്കിത് സ്റ്റാർട്ടിങ് 4 സീറ്റർ ആണ്. ചെയറും ടേബിളും എല്ലാം സെറ്റ് ആയിട്ട് വരുന്ന 15,500 നമുക്ക് ചെയർ എല്ലാം നമുക്ക് വരുന്നത്. 15,500 അല്ലേ? 15,500. ഇതെല്ലാം നമ്മളെ വെറൈറ്റി ആണ് ചെയ്യുന്നത്. മോഡൽസ് എല്ലാം ഓരോ തവണ ചെയ്യുമ്പോഴും ചില വ്യത്യാസങ്ങൾ വെറൈറ്റി കൊണ്ടുവരും. എല്ലാ ഐറ്റത്തിനകത്തും കൊണ്ടുവരും. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്ത ഫുൾ തേക്കിനകത്ത് നമ്മൾ ഇവിടെ തന്നെ ചെയ്ത ഈ ഒരു സൈഡിലെ വർക്കും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇവിടെ തന്നെ ചെയ്ത മോഡൽസ് ഇതെല്ലാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ്. കസ്റ്റമർ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും പറ്റുന്ന ഐറ്റംസ് ആണ്. നമ്മൾ ഒരുപാട് അങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാട് നമ്മളെ കളക്ഷൻസ് ഉണ്ട്. ഇതുണ്ട്, അതേപോലത്തെ ബോട്ടിൽ മോഡൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. അതെ. ഇത് നമ്മളൊരു ഓൺ ഡിസൈൻ ആണ്, ഒരു വെറൈറ്റി മോഡലാണിത്. കാളവണ്ടി ഡിസൈൻ, ഓക്സ്കാർട്ട് ഇതൊക്കെ, ബുള്ളോക്കാർട്ട് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ഒരു കോൺസെപ്റ്റിൽ ചെയ്തതാണ്. നല്ല ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ്.
അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റി ഡിസൈൻസ് നമ്മളതായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ കസ്റ്റമറുകൾ കൊണ്ടുവരുന്ന ഒരു ഐഡിയാസ് അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൊണ്ടുവരുന്ന എന്ത് മോഡൽസും നമ്മളത് ചെയ്തു കൊടുക്കും. അത് വേണ്ട അവരെ കസ്റ്റമറിന്റെ ഡിസൈൻ പോലെ പിന്നെ അവരെ സൈസിനനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും. എന്തായാലും നിങ്ങൾ നമ്മളെ ഷോപ്പിൽ വന്ന് ഒരു വീഡിയോ ചെയ്തു. ഇനി നിങ്ങളെ ഈ പ്രേക്ഷകർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കണ്ടേ? നമ്മൾ ഈ ഒരു ക്യൂൺ സൈസ് മാട്രസ് ആണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന ക്യൂൺ സൈസ് ഈ കാണുന്ന ക്യൂൺ സൈസ് മാട്രസ്. ഇത് നമുക്ക് ഈ സമ്മാനം കിട്ടാനായിട്ട് നമ്മൾ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ആ കമന്റിൽ നിന്നായിരിക്കും നമ്മളൊരു വ്യൂവറിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഇത് കൊടുക്കാം അല്ലേ? അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ സമ്മാനം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കളർ അല്ലാതെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കൊടുക്കാൻ ഉണ്ടാവും? നമ്മളെ സ്റ്റോക്ക് ഇരിക്കുന്നത് ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ വളരെ ഉപകാരം. അങ്ങനെ ഒരു സമ്മാനം നമ്മളെ വ്യൂസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകൾ, വേറെ ഗിഫ്റ്റുകളും വേറെ ഓഫേഴ്സും ഇതിൽ കൂടാതെ നമ്മളെ സമയം നമുക്ക് ഓരോ ഓഫേഴ്സും നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്ന ഐറ്റം ആണോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ളത് അത് പറഞ്ഞാൽ നമുക്ക് അതിന്റെ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും.